ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാറേ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്കിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറെ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തന്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. 16-ാം വാക്യം. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുള്ളതാകൊണ്ടത്രേ. യൂദയുടെ ലേഖനം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം! അവർ കയീന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്തു. ഒരു ദൈവമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകവും ചരിത്രത്തിലെ ഏറ്റവും നീചമായ കൊലപാതകത്തിന്റെ പിന്നിലും ഉള്ള കാരണങ്ങൾ ഒന്നു തന്നെയായിരുന്നു: അസൂയയും സ്വയം നീതിയും. കയീന്റെയും ഹാബേലിന്റെയും ജീവിതകഥ അനിവാര്യമായും ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം കയീന്റെ വഴിപാട് നിരസിക്കുകയും ഹാബേലിന്റെ വഴിപാട് സ്വീകരിക്കുകയും ചെയ്തത്? ഇതിനുള്ള ഉത്തരം നമുക്ക് ചുരുക്കമായിട്ട് നോക്കാം. ഒന്നാമതായി, തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് വിശ്വസിച്ചതിനാലാണ് ഹാബേൽ വഴിപാട് കൊണ്ടുവന്നത്. എബ്രായർ 11-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവന്റെ വിശ്വാസം നിമിത്തം ആണ് ഹാബേൽ അംഗീകരിക്കപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, അവൻ ദൈവത്തെ പ്രസാദിച്ചില്ല എന്ന വസ്തുതയിൽ നിന്ന് കയീന് വിശ്വാസം ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. കയീനിലും അവന്റെ വഴിപാടിലും യഹോവ പ്രസാദിച്ചില്ല എന്നാണ് നാം വായിക്കുന്നത്. വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവമുണ്ടെന്ന് കയീൻ വിശ്വസിച്ചു, എന്നാൽ അവനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾക്ക് അവൻ കീഴ്പ്പെട്ടിരുന്നില്ല. അനുസരണത്തിലേക്ക് നയിക്കാത്ത വിശ്വാസം ദൈവവചനപ്രകാരമുള്ള വിശ്വാസമല്ല. ദൈവം ഏകനാണെന്ന് പിശാചുക്കൾ പോലും വിശ്വസിക്കുന്നു, പക്ഷേ അവർ അവനെതിരെ മത്സരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവം തന്നെയും തന്റെ വഴിപാടിനെയും നിരസിച്ചതിന്റെ കാരണം സ്വന്തം തെറ്റാണെന്ന് സമ്മതിക്കുവാൻ കയീൻ വിസമ്മതിച്ചു. ദൈവഹിതപ്രകാരം ജീവിച്ച തന്റെ അനുജൻ ഹാബേൽ തന്നോട് തെറ്റ് ചെയ്തതുപോലെയാണ് അവൻ ഹാബേലിനോട് ദേഷ്യപ്പെട്ടത്. ദൈവത്തോടൊപ്പമുള്ള തന്റെ സഹോദരന്റെ ശരിയായ നടപ്പിൽ അയാൾക്ക് അസൂയ തോന്നി. എന്നാൽ ദൈവത്തിന് താഴ്മയോടെ കീഴ്പ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. അതായത്, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം അവനെ പ്രോത്സാഹിപ്പിച്ചപ്പോഴും അവൻ അത് ചെയ്യുവാൻ വിസമ്മതിക്കുകയും ദൈവത്തോടു കൂടെയുള്ള കൂട്ടായ്മ നിരസിക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തോടും തന്റെ സഹോദരനോടും ശരിയായ ഒരു ബന്ധത്തിൽ ജീവിക്കുവാൻ തനിക്ക് സാധിച്ചില്ല.
നാം അത്തരത്തിൽ ഒരവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ആരാധന പോലും വെറും ഒരു പ്രഹസനം മാത്രമാകും. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി 6:23 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ മുന്നറിയിപ്പ് സ്വീകരിക്കുവാൻ കയ്യീൻ വിസമ്മതിച്ചു. ദൈവം വളരെ കൃപയുള്ളവനാണ്. താൻ ഒരു ന്യായവിധി നടത്തുന്നതിന് മുൻപ് എപ്പോഴും മുന്നറിയിപ്പുകൾ നൽകുന്നു. നോഹയുടെ വെള്ളപ്പൊക്കം, സോതോമിന്റെയും ഗോമോറയുടെയും ചരിത്രം, അശൂർ, ബാബിലോൺ മുതലായ സ്ഥലങ്ങളിലേക്ക് ഇസ്രായേൽ മക്കളുടെ പ്രവാസം എന്നിങ്ങനെ ഉള്ള സംഭവങ്ങൾ ഈ സത്യം നമ്മോട് വിളിച്ചറിയിക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നുണ്ടെന്ന് ദൈവം ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അവനെ ആദ്യം കീഴടക്കാതിരിപ്പാൻ, ആ പാപത്തെ ഉടൻ കീഴടക്കുവാനുള്ള മുന്നറിയിപ്പുമായി ദൈവം വന്നു. പക്ഷേ ആ മുന്നറിയിപ്പുകൾ കയ്യീൻ അവഗണിച്ചു എന്ന് മാത്രമല്ല, പാപം തന്റെ ഹൃദയത്തിൽ കൂടുതലായി വളരുവാൻ അനുവദിക്കുകയും ചെയ്തു. സദൃശ്യവാക്യം 29 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. അഞ്ചാമത്തെ വസ്തുത, ദൈവത്തിന്റെ വഴി പിന്തുടരുവാൻ യോഗ്യമായതാണെന്ന് കരുതാത്തതിനാൽ കയ്യീൻ ദൈവത്തെ ആഗ്രഹിച്ചില്ല. അവൻ സ്വന്തം വഴി ആഗ്രഹിച്ചു. അവൻ ദൈവത്താൽ അംഗീകരിക്കപ്പെടുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ആഗ്രഹിച്ചു. പക്ഷേ ദൈവത്തിന്റെ ശിക്ഷണത്തിനും കർത്തൃത്വത്തിനും കീഴ്പ്പെടുവാൻ തനിക്ക് മനസ്സില്ലായിരുന്നു. ഇതാണ് കയ്യീന്റെ വഴി. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ദൈവം എനിക്ക് പണം, വിജയം, നല്ല ജോലി, ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളുള്ള ജീവിത പങ്കാളി, സംതൃപ്തമായ ദാമ്പത്യ ജീവിതം, നല്ല ആരോഗ്യം, ദീർഘായുസ്, രോഗത്തിൽ നിന്നുള്ള സൗഖ്യം, കടത്തിൽ നിന്നുള്ള മോചനം, നന്നായി പഠിക്കുകയും നല്ല സ്വഭാവമുള്ള കുട്ടികൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നൽകും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായതിനാൽ കഷ്ടതകളെക്കുറിച്ചൊന്നും ഞാൻ വിഷമിക്കേണ്ടതില്ല എന്നും കരുതുന്നു. നമ്മുടെ പ്രാർത്ഥനാ ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ ജോലി, ആരോഗ്യം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. വളരെ കുറച്ചു പേർ മാത്രമാണ് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, അവന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിന് കാരണം ആ പ്രക്രിയയിൽ വേദനയും കഷ്ടവും ഉൾപ്പെടുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 5 അധ്യായത്തിന്റെ 8 വാക്യം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക: പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. ആറാമത്തെ കാര്യം, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഹാവേൽ മരിച്ചു. അവൻ തന്റെ വിശ്വാസത്തിന് തന്റെ ജീവൻ വിലയായി നൽകേണ്ടി വന്നു. ദീർഘമായതോ സുഖപ്രദമായതോ ആയ ഭൗമിക ജീവിതം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ചതിന്റെ സാക്ഷ്യം നേടിയ ഒരാളെന്ന നിലയിൽ അവൻ തിരുവെഴുത്തിന്റെ താളുകളിൽ ആദരിക്കപ്പെടുന്നു. ലോകപ്രകാരം നോക്കിയാൽ വലിയ കുടുംബവും തന്റെ പേരുള്ള ഒരു നഗരവും ഒക്കെയുള്ള ആളായിരുന്നു കയ്യീൻ. എന്നാൽ ദൈവം അവനെ തള്ളിക്കളഞ്ഞു. കാരണം അവൻ കരുണ യാചിക്കുകയും അനുദപിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു. നമ്മുടെ കോപം, അസൂയ, ദ്രോഹം എന്നിവയിൽ നിന്ന് പിന്തിരിഞ്ഞ് നമ്മുടെ ലൗകികതയും ജഡീകതയും ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാകുന്നു. താഴ്മയുള്ളവർക്ക് തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിധി അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുകയും ശരിയായ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നു. ഈ കഥ, ജീവിതകഥ, 2 ആരാധകരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് തന്റെ നിബന്ധനകൾക്കും താല്പര്യങ്ങൾക്കും വിധേയമായി വരുന്ന ഒരാൾ,
ആ വ്യക്തി തന്റെ ഹൃദയത്തിൽ നിന്ന് താഴ്മയുള്ള ബഹുമാനത്തോടും അനുസരണത്തോടും കൂടി ദൈവത്തെ ആരാധിക്കുവാൻ വിശ്വാസത്തോടെ വരുന്നു. മറ്റേയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണ്. വിശ്വാസത്തിൽ വരുന്നവനെ എല്ലാ കാലങ്ങളിലും ദൈവം സ്വീകരിക്കുന്നു. ഇന്ന് നാം സുവിശേഷം പ്രസംഗിക്കുമ്പോഴും ഈ വിഭജനം നാം കാണുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ കണ്ടാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അവരെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാനും അവന് കീഴ്പ്പെടുവാനും കഴിയുകയുള്ളൂ. അതാണ് സത്യാരാധനയുടെ അടിസ്ഥാനം. നിന്റെ ഇഷ്ടം തന്നെ ആകണമേ എന്ന് കർത്താവിനോട് പറയുവാൻ നാം തയ്യാറാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതൊന്നുകിൽ ജീവനിലേക്കോ അതോ മരണത്തിലേക്കോ നമ്മെ നയിച്ചേക്കാം. എന്റെ സ്വന്തം ഇഷ്ടാനുസാരമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിർജീവ പ്രവൃത്തികളായിരിക്കും. ആദ്യമായി അതിൽ നിന്നൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.